ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ക്വാഡ് കമ്പനി. ഓണത്തിന് ഇനി എന്നാ ദിവസം ഉണ്ടല്ലേ. നമ്മുടെ ബേബീസിൻ്റെയൊക്കെ ആദ്യത്തെ ഓണം വരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കെല്ലാം ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാൻ വേണ്ടി പുറത്ത് പോകാൻ പോവാണേ. പോണ്ടേ? പിന്നെ മാത്രമല്ല, ഇവർക്ക് ആധാർ എടുക്കണം. പിന്നെ ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വാക്സിൻ്റെ സെക്കൻഡ് ഡോസ് ഇത്തവണ എടുക്കാൻ പോകണം. അപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ പോക്കി തീർക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എൻ്റെ സുമാൻറ്റി സാമു സാമുവേ നോക്കടാ. ആരും ഇടിച്ചു തന്നില്ലേ? അമ്മ ഇടിച്ചു തരട്ടെ? കുട്ടിയേ അമ്മ ഇടിച്ചു തരാട്ടോ. ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നതുകൊണ്ട് കുഞ്ഞു പിള്ളേരെ എല്ലാവരെയും രാവിലെ തന്നെ കുളിപ്പിച്ച് പാലും കൊടുത്ത് റെഡിയാക്കി തുടങ്ങി. സാമുക്കുട്ടനാണ് എസ്രക്കുട്ടിയുടെ വളയെ പിടിച്ചിട്ട് സുന്ദരിയായോ എന്ന് നോക്കുന്നുണ്ട്. രാവിലെ തന്നെ 4 പേരെ റെഡിയാക്കി എടുക്കാമെന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. സാധാരണ പുതിയ ഉടുപ്പിടിയിച്ച് സോക്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും 4 പേരും നല്ല ഹാപ്പി ആയിരിക്കും. ഇന്നിപ്പം നോറക്കുട്ടി ഭയങ്കര മൂഡ് ഓഫാണ്. അതുകൊണ്ട് അമ്മ അവളെ എടുത്ത് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചിരിപ്പിക്കാൻ നോക്കിയപ്പം ഇതുവരെ കാണാത്ത ഒരു ഐറ്റം അമ്മയുടെ മുഖത്ത് കണ്ട് അവൾ ആ കണ്ണാടി എങ്ങനെയെങ്കിലും ഊരിയെടുക്കാൻ നോക്കി. അങ്ങനെ 4 പേരെ റെഡിയാക്കി ഏകദേശം 10 മണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. ഞങ്ങൾ കുറച്ച് ദൂരമേ ഉള്ളൂ, കാരണം ഞങ്ങൾ ഒറ്റ വണ്ടിക്കാണ് പോയേക്കുന്നത്. മാത്രമല്ല സുമാൻറ്റിക്ക് ലീവ് എടുക്കാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് 2 വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഒരു വണ്ടിയിലേക്ക് ആക്കി ഞങ്ങൾ യാത്ര. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡോക്ടറെ കണ്ട് വാക്സിൻ എടുത്തിട്ട് ആധാറിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. കാരണം പോസ്റ്റ് ഓഫീസ് വഴി ഇവർക്ക് ആധാർ റെഡിയാക്കി കിട്ടും. അപ്പോൾ അത് ചെയ്ത് തീർത്തേക്കാന്ന് ഓർത്തായിരിക്കണേ. സാമാണ് വഴക്ക് തുടങ്ങിയേക്കണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവരുടെ ഷോപ്പിംഗ് ഫ്രീ ആയിട്ട് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ചെയ്യാന്ന് ഓർത്തായിരിക്കണേ. വലിയ കാർ മേടിക്കുമ്പോ ഫ്രീ ആയിട്ടിരിക്കാതെ പിന്നെ ഓറേനെ കാണാം. അതുകൊണ്ട് ടോണിനെ ഞങ്ങള് തല തിരിക്കാത്ത രീതിയിൽ വണ്ടി ഓടിപ്പിക്കുകയാണ്. നോഹേനെ നോക്കിയേ, നോഹ ആ വയറും പിടിച്ചോണ്ടുള്ള ഇരിപ്പാ. എന്താ വിളിച്ചപ്പോഴേ കറക്റ്റ് എന്നാടാ ആ മുഖം മൊത്തം തുപ്പലാക്കിയിട്ടുണ്ടേ. ആ വെച്ചോ പിടിച്ചോ. ആർക്കും കൊടുക്കണ്ട കേട്ടാ. ഉറക്കം വരുന്നുണ്ട് കാരണം ഇവൻ വണ്ടി കയറി കാറ്റടിച്ച് അപ്പം ഉറങ്ങുന്നവനാ. ഇപ്പൊ വയറ് കൈ കിട്ടിയോണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല. സാമിന്റെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഗാനമേള കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഉറക്കമായിരിക്കും. നമുക്കിതിപ്പോ സൂചനകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടാ നിങ്ങൾക്കൊരു ഗാനമേള കേൾക്കാം. ആ ഗാനമേള നടത്തുന്നത് സാമാണ്. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു, ഈ പാട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറക്കമായിരിക്കും. അല്ല ഉറക്കം വരുന്നെന്ന് കാണിക്കുന്ന അതിന് മുന്നേ ഉള്ള ഒരു അടയാളമാണ് ഈ പാട്ട്. ഇതിങ്ങനെ പാടിയാണ് ഇപ്പൊ ഉറങ്ങുന്നത്. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ശീലമാണ്. വിഷമം പറയുന്നതായിരിക്കും പാവത്തിന്റെ. ആ പറഞ്ഞോ കൊച്ചു പറഞ്ഞോട്ടാ. ശ്യാമുട്ടൻ പറഞ്ഞോ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് ഓർത്ത് ഞങ്ങളിങ്ങനെ നോറക്കുട്ടിയുടെ കോഫി തരാമെന്ന് ചോദിച്ചിരിപ്പുണ്ട്. ബിസ്ക്കറ്റ് വേണോ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് വേണോ? കാറ്റ് കൊള്ളുവാണ്. മൂക്ക് മാന്തി പൊട്ടിച്ചേക്കുക. സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ വേണ്ടി സാമിനെയായിട്ട് ഞാൻ കയറിയപ്പോൾ ഡോറിൻ്റെ ചെറിയ സ്പേസ് വഴി ഇച്ചാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങി. കഴിഞ്ഞ തവണ സുമാൻറ്റി ഉള്ളതുകൊണ്ട് കൂടെ കയറാനും പറ്റി 4 പേരുടെ വീഡിയോയും കിട്ടി. ഇത്തവണ അവരാരെയും കയറ്റിയില്ല. എന്നാലും ചെറിയ ആ ഡോറിൻ്റെ സ്പേസ് വഴി സാമിൻ്റെയെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്യുന്ന വീഡിയോ പിടിക്കാമെന്ന് ഓർത്തപ്പോഴാണ് അവർ ഡോറ് ഞെക്കി അടച്ചത്. വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കരച്ചിലും എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. പിന്നെ ടോണിച്ചാച്ചൻ പോയി പാല് കലക്കി കൊണ്ടുവന്നു. ഞങ്ങൾ 4 പേർക്കും പാല് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണം കാരണം കുഞ്ഞു പിള്ളേരെല്ലാവരും ഉറങ്ങിയും പോയി. ഇതാ ഞങ്ങള് കുത്തിവെപ്പൊക്കെ കഴിഞ്ഞ് അവിടെ ഞങ്ങളുടെ കുറച്ച് സമയം പോയി. കുത്തിവെപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിപ്പോൾ ബേബീസിന്റെ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞ് ബേബീസിന് ഓണത്തിന്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്.
ഇന്ന് നല്ല മഴയായിരിക്കും എന്നോർത്ത് 4 കുടയൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. പക്ഷെ പുറത്തൊരു രക്ഷയില്ല, നല്ല വെയിലാണ്. 2 പേര് നല്ല ഉറക്കവും. ഇനി ഞങ്ങൾ തുണിക്കടയിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. എന്നെ പ്രണയിക്കുവാണോ, ലവ് ചെയ്യുവാണോ? ആശുപത്രി വെച്ച് എന്റെ മുഖം മൊത്തം കിള്ളി പറിച്ചില്ലേ? നോപ്പോ നോപ്പൻ സ്നേഹിക്കുന്നതാണ്. ഒന്ന് ചിരിച്ചു കാണിച്ചേ. പിഷ്കും എന്റെ എന്റെ പിഷ്കാണ് ഇത്. പിഷ്കാണോ? ഇതാണ് ഇവിടത്തെ അവസ്ഥ. നമ്മൾ ചേർത്തലേന്ന് അരൂർ എത്തണ വരെ, ഇപ്പൊ അരൂരിന്ന് ഉള്ള ഭാഗം കുറെയൊക്കെ റെഡിയായി. പക്ഷെ ഇവിടെ ഇതാണ് അവസ്ഥ. ഇങ്ങനെ തള്ളി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഞങ്ങളിപ്പോ ഷോപ്പിൽ എത്തേണ്ട സമയമായി. പക്ഷെ ഇതിവിടെ എപ്പോഴും ബ്ലോക്കിൽ കിടക്കുക. ആദ്യമായിട്ടാണ് കുഞ്ഞിപ്പിള്ളേരെയും കൊണ്ട് ഇതുപോലെ തുണിക്കടയിലും പുറത്തോടെയൊക്കെ കറങ്ങുന്നത്. അതുകൊണ്ട് ഇവർ നല്ല അത്ഭുതത്തോടെയാണ് ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങളങ്ങനെ തുണിക്കടയിലെത്തി. കിഡ്സിൻ്റെ ഓണം കളക്ഷൻസ് 2nd ഫ്ലോറിലാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അമ്മയും ആശ ചേച്ചിയും അടുത്തിട്ട് അവിടെ ഒരു ചെയറിലിരുന്നു. പുറത്തെ ചൂട് കാരണം ഷോപ്പിനകത്ത് കയറിയപ്പോൾ നല്ല AC ഉണ്ടായതുകൊണ്ട് എസ്രയും നോറയും ഭയങ്കര ഹാപ്പിയായിരുന്നു. ആദ്യം ചെറുക്കാപ്പികൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് ഓർത്തിട്ട് മുണ്ടും ഷർട്ടിൻ്റെ സെക്ഷനിൽ കൊണ്ടുപോയി അവരെ കിടത്തി. അവർ പല കളക്ഷൻസും കാണിച്ചു. പക്ഷേ ഇവരുടെ സൈസിന് പറ്റിയത് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. സാമുക്കുട്ടനാണെങ്കിൽ അവിടെ ഒരു ബോക്സ് കണ്ട് അതിലെ ഉടുപ്പ് മതിയെന്നും പറഞ്ഞിട്ട് അതിൽ തൊട്ടുകൊണ്ടിരിപ്പുണ്ട്. ഷർട്ടെല്ലാം വലിയ സൈസായതുകൊണ്ട് ഇവർക്ക് പറ്റിയതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 കുഞ്ഞു മുണ്ടുകൾ സെലക്ട് ചെയ്തു. ഇനി കുഞ്ഞിപ്പെണ്ണുങ്ങൾക്ക് സെറ്റിൻ്റെ 2 കുഞ്ഞുടുപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് അത് ഞങ്ങൾ നോക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ബേബീസിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർക്കും 2 കുഞ്ഞുടുപ്പൊക്കെ എടുത്ത് ഞങ്ങളെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അടുത്തത് ഞങ്ങളൊരു ലേഡി സ്റ്റോറിൽ കയറി. കുഞ്ഞിപ്പെണ്ണുങ്ങൾക്ക് കരിവള മാറ്റി ഒന്ന് കളർ വള ഇട്ടാലോ എന്ന് വിചാരിച്ച്. പക്ഷെ അവിടെയെങ്ങും ഈ കൊച്ചു പിള്ളേർക്കുള്ള വളകൾ കിട്ടാൻ പാടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ ഞങ്ങൾക്കും വിശക്കുന്നു, ബേബീസും വഴക്കായി, അവർക്കും വിശക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ആദ്യം അവർക്ക് കുറച്ച് പാലെടുത്ത് കൊടുക്കാമെന്ന് ഓർത്തു. എല്ലാവരുടെയും പാമ്പറും നിറഞ്ഞു. അങ്ങനെ ഞാൻ പാമ്പറും മാറ്റി ടോണിച്ചാച്ചൻ പാലും കലക്കി ഞങ്ങൾ 4 പേർക്കും ഇരുന്ന് പാലും കൊടുത്തു. ഞങ്ങളും അതുപോലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോകാമെന്ന് ഓർത്ത് ബേക്കറി കയറി. അവിടെ കയറി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരുടെയും മുഖത്തേക്കാണ് നോക്കുന്നത്. ഞങ്ങൾ എന്തേ ഈ കഴിക്കുന്നതെന്ന്. ഇവർക്ക് മാത്രം പാല്, ഞങ്ങളെല്ലാവരും എന്തേ ഈ കടിച്ച് കഴിക്കുന്നതെന്ന്. നോറക്കുട്ടിയാണെങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം എടുക്കുകയും വായിലോട്ട് വെക്കുകയും ചെയ്യുമ്പോൾ എന്നെ തന്നെ നോക്കി കൊതി വിടുമായിരുന്നു. അമ്മ കഴിക്കുന്നത് കണ്ട് അമ്മയുടെ മുഖത്തേക്ക് സാം നോക്കിയിരുന്നപ്പോൾ അമ്മ പറഞ്ഞു അടുത്ത വർഷം തരാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ടിഷ്യൂ മേടിച്ച് സാം മുഖം തൂക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റത്തെ പരിപാടി 4 പേർക്കും ആധാർ എടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ്സ് പദ്ധതിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഇതേപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ആധാർ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 15 മിനിറ്റോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ആധാർ എടുക്കാൻ പറ്റുള്ളൂ. ട്വിൻസ് ആയവർക്കോ ട്രിപ്ലറ്റ്സോ ആർക്കും തന്നെ ഒരുമിച്ച് ആധാർ എടുക്കാൻ പറ്റില്ല എന്നുള്ള സത്യാവസ്ഥ ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. ഇതുപോലെ ഒരുമിച്ചെടുക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ നോർമലി റിജക്റ്റായി പോവാറാണ് ചെയ്യാറെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാനൊക്കെ പൊളിഞ്ഞ് ഞങ്ങൾ എസ്രക്കുട്ടിയുടെ ആദ്യമേ എടുക്കാമെന്ന് വിചാരിച്ച് അവളെയായിട്ട് ചെന്നു. ഇതുപോലെ കുഞ്ഞുങ്ങളുടെ ആധാർ എടുക്കാൻ പോകുമ്പം മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നമ്മുടെ പേരൻസിൻ്റെ ആധാർ കാർഡുമാണ്. ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ബേബിയുടെ 4 ഫോട്ടോ അവർ ക്യാപ്ചർ ചെയ്യും. 4ഉം സക്സസ് ആയാൽ മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫാദറിൻ്റെ ആധാർ കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ ഫാദറിൻ്റെ ഐസ് അവർ സ്കാൻ ചെയ്യും. ഏകദേശം ഒരു 15-20 മിനിറ്റത്തെ പരിപാടിയായിരുന്നു ഇത്. അങ്ങനെ എസ്രക്കുട്ടിയുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്നത് സക്സസ് ആയി. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അക്ഷയയിലൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. പോസ്റ്റ് ഓഫീസിൻ്റെ ഹെഡ് ഓഫീസിലാണ് ഞങ്ങൾ വന്നത്. ബേബീസിൻ്റെ ആധാർ കാർഡ് ആയതുകൊണ്ട് ഫ്രീ ആയിരുന്നു കേട്ടോ. ഇനി ബാക്കി 3 പേരുടെ ആധാർ കാർഡും കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ അത് അടുത്ത വരവിൽ ഓരോരുത്തരുടെ വെച്ചെടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ബേബീസിനെടുത്ത സെറ്റിൻ്റെ കുട്ടിയുടുപ്പ് കാണിച്ചു തരാം കേട്ടോ.
അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.